കൊന്നിച്ചിവ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഈ വീഡിയോയിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണേ. അപ്പോൾ എല്ലാവരും മേത്തി ഗവൺമെൻറ് ഓഫ് ജപ്പാൻ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്ന തിരക്കിലായിരിക്കും. ഞാൻ നമ്മുടെ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റേൺഷിപ്പിനെ പറ്റി. അപ്പോഴൊക്കെ നിങ്ങൾക്ക് പലവർക്കും പല ഡൗട്ടുകൾ ഉണ്ടാവാം. അതായത് ഞാൻ ഇതിന് എലിജിബിൾ ആണോ, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇത് എവിടെ വെച്ചായിരിക്കും ഇന്റേൺഷിപ്പ്, എത്ര പീരീഡ് ഉണ്ടായിരിക്കും ഇന്റേൺഷിപ്പ്, എത്ര സ്റ്റൈപ്പൻഡ് കിട്ടും, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. പക്ഷേ ഇതിനൊക്കെ ആൻസർ ആയിട്ട് നമ്മുടെ ഈ ഗവൺമെൻറ് ഓഫ് ജപ്പാൻ തന്നെ ഒരു ഇൻഫോർമേഷൻ സെഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ജാപ്പനീസ് ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും ബോത്ത് ലാംഗ്വേജസിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജാപ്പനീസ് ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഈ വരുന്ന മെയ് 21 നമ്മളുടെ ജാപ്പനീസ് ടൈം 7 PM to 8 PM, അത് നമുക്ക് ഡേറ്റും സമയവും നമുക്ക് ഒന്നും കൂടെ കൺഫേം ചെയ്യണം. അത് നമുക്ക് മെയിലായിട്ട് വരും. അപ്പം ആസ് ഓഫ് നൗ ഇതാണ് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഫോർമേഷൻ സെഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ കയറാവുന്നതാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമ്മൾ അതിന് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രജിസ്റ്റർ എങ്ങനെയാണ്, ആ ഇൻഫോർമേഷൻ സെഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഗൂഗിൾ സെർച്ച് എടുക്കുക, അതിൽ മേത്തി ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം 2024 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നാവിഗേഷൻ ബാറിൻ്റെ അകത്ത് ഒരു Q&A എൻക്വയറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും അപ്ലൈ ഫോർ ഇൻഫോർമേഷൻ സെഷൻ. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഓക്കെ, ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ക്ലിക്ക് ഹിയർ ഫോർ 14th May. ആ സെഷൻ എന്താണ്, ജാപ്പനീസിലാണ്. ഇനി ക്ലിക്ക് ഹിയർ ഫോർ 21st May സെഷൻ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളതെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ പോകുന്നത് ഒരു മൈക്രോസോഫ്റ്റ് വിർച്വൽ ഈവൻറ്റ്സ് പ്ലാറ്റ്ഫോമിലോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇവർ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഇൻഫോ സെഷൻ 2024 ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് രജിസ്റ്റർ. അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരും ഒട്ടും വൈകണ്ട. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ജൂൺ 30 വരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. മാത്രമല്ല ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്. നമുക്ക് ഈസി ആയിട്ട് ജപ്പാനിൽ ഒന്ന് ഫ്രീ ആയിട്ട് പോയി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നമുക്ക് ഒരു 3 months 6 weeks ഒക്കെയാണ് നമ്മളുടെ ഇന്റേൺഷിപ്പ് വരുന്നത്. അപ്പം നമുക്ക് 2 types ഓഫ് ഇന്റേൺഷിപ്സ് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ നമുക്ക് ജപ്പാനിൽ പോയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നാട്ടിലിരുന്ന് ചെയ്യാം. രണ്ടാണെങ്കിലും സ്റ്റൈപ്പൻഡ് ഉണ്ട്, പിന്നെ നല്ല എക്സ്പോഷർ ആണ്. നമ്മളുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇതൊരു പൊൻതൂവൽ എന്നൊക്കെ പറയാവുന്നതിന് അത്രയേറെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് ഈ മേത്തി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. അത് പല ഡൊമെയിൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിപ്പം ആർട്ട് ഫീൽഡിൽ വരുന്ന ആളാണെങ്കിൽ ആർട്ട് ഫീൽഡ് അവൈലബിൾ ആണ്. ഇനിയിപ്പം ഗവൺമെൻറ് സെക്ടറിലാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് അവൈലബിൾ ആണ്. ഒരു IT സെക്ടർ അല്ലെങ്കിൽ AI, ഇങ്ങനെ ഏത് സെക്ടറിൽ വേണമെങ്കിലും നമുക്ക് ഇന്റേൺഷിപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആരും ഒന്നും പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇൻഫോർമേഷൻ സെഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഈ മേത്തി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ I wish you all the very best. Jamata!